കഴിഞ്ഞ ദിനം സയ്യിദ് മുഷ്താഖ് അലി T20 ടൂർണമെന്റിൽ ചണ്ഡീഗഡിന്റെ വെല്ലുവിളി മറികടന്നുകൊണ്ട് ബംഗാൾ ക്വാർട്ടറിൽ എത്തിയപ്പോൾ ശ്രദ്ധിക്കപ്പെട്ടൊരു പ്രകടനമുണ്ടായിരുന്നു. മുഹമ്മദ് ഷമി മാനസ് വിത്ത് ബാറ്റ് ഇൻ സയ്യിദ് മുഷ്താഖ് അലി നോക്കൌട്ട്സ്. അവസാന ഓവർ വരെ നീണ്ടുനിന്ന ത്രില്ലറിൽ 3 റൺസിനാണ് ബംഗാൾ മത്സരം ജയിച്ചത്. ബാറ്റുകൊണ്ടും പന്തുകൊണ്ടും തകർപ്പൻ പ്രകടനം പുറത്തെടുത്ത മുഹമ്മദ് ഷമിയായിരുന്നു തോൽവിയുടെ മുഖത്തു നിന്നും ടീമിനെ കരകയറ്റിയ ബംഗാളിന്റെ ഹീറോ. 17 പന്തിൽ പുറത്താവാതെ 32 റൺസ് എടുത്ത ഷമി ബൗളിംഗിനെത്തിയപ്പോൾ 4 ഓവറിൽ 25 റൺസ് മാത്രം വിട്ടുകൊടുത്ത് ഒരു വിക്കറ്റും സ്വന്തമാക്കി. ഒരു ഘട്ടത്തിൽ ബംഗാൾ തകർന്നു നിന്ന ആ ഒരു സമയത്ത് ബംഗാൾ ബാറ്റിംഗിനിടെ 15.1 ഓവറിൽ 8ന് 114 എന്ന നിലയിലായിരുന്നു ബംഗാൾ. പിന്നീടായിരുന്നു ക്രീസിലെത്തി ഷമിയുടെ വെടിക്കെട്ട് ഉണ്ടായത്. 10ാമനായി ക്രീസിലെത്തിയ മുഹമ്മദ് ഷമി 17 പന്തുകൾ മാത്രമാണ് നേരിട്ടത്. 2 സിക്സറുകൾ 3 ഫോറുകൾ ഇത് ഷമിയുടെ ഇന്നിംഗ്സിലുണ്ടായിരുന്നു. മീറ്റ് അവർ ന്യൂ ഫിനിഷർ ആൻഡ് ഫാസ്റ്റ് ബോളിംഗ് ഓൾറൗണ്ടർ ഷമി, ഹി ഈസ് എ ഗെയിം ചേഞ്ചർ എന്നായി ആ സമയത്ത് ആരാധകർ. സീസണിൽ ഇതുവരെ ബംഗാളിന് വേണ്ടി 8 മത്സരങ്ങൾ കളിച്ച ഷമി 9 വിക്കറ്റുകളാണ് വീഴ്ത്തിയത്. കഴിഞ്ഞ ദിവസത്തെ ആ ഒരു മികച്ച പ്രകടനം കൂടി ആയതോടെ ഷമി ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ അവസാന 2 ടെസ്റ്റിനുള്ള ഇന്ത്യൻ ടീമിൽ ഇടം നേടാൻ സാധ്യത ഏറെയാണ് എന്ന് പറയുന്നവർ ധാരാളമുണ്ട്. അദ്ദേഹത്തിനെ കുറിച്ച് ഇന്ത്യൻ ക്യാപ്റ്റനായ രോഹിത് ശർമ്മ കഴിഞ്ഞ ദിവസം സംസാരിച്ചിരുന്നു. ഷമിക്ക് വേണ്ടി വാതിലിങ്ങനെ തുറന്നിട്ടിരിക്കുകയാണ് എന്നാണ് രോഹിത് പറഞ്ഞത്. ഷമി 100% ഫിറ്റായെന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം ഞങ്ങൾക്ക് അദ്ദേഹത്തെ ടീമിൽ ഉൾപ്പെടുത്താൻ. ഇവിടെ വന്ന് ടീമിന്റെ അമിതഭാരം ഏൽപ്പിച്ച് അദ്ദേഹത്തെ സമ്മർദ്ദത്തിലാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഷമിയെ പ്രൊഫഷണലുകൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ പറയുന്നത് അനുസരിച്ചാണ് അവന് ടീമിൽ വേണമോ വേണ്ടയോ എന്ന് ഞങ്ങൾ തീരുമാനിക്കുന്നത്. ഷമിക്ക് വേണ്ടി എല്ലാ വാതിലുകളും ഇങ്ങനെ തുറന്നിട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് എപ്പോൾ വേണമെങ്കിലും ടീമിലേക്ക് തിരിച്ചു വരാം എന്നാണ് ക്യാപ്റ്റൻ രോഹിത് ശർമ്മ കഴിഞ്ഞ ടെസ്റ്റിലെ തോൽവിക്ക് ശേഷം പറഞ്ഞത്. നേരത്തെ രഞ്ജി ട്രോഫിയിൽ മധ്യപ്രദേശും ബംഗാളും തമ്മിൽ നടന്ന മത്സരത്തിലായിരുന്നു 1 വർഷത്തിന്റെ ഇടവേളയ്ക്ക് ശേഷം മുഹമ്മദ് ഷമി കളിക്കളത്തിലേക്ക് തിരിച്ചെത്തിയത്. അന്ന് മത്സരത്തിൽ ബംഗാളിലായി 44 ഓവറുകൾ എറിഞ്ഞ ഷമി 7 വിക്കറ്റുകൾ സ്വന്തമാക്കിക്കൊണ്ട് തന്റെ വീര്യവും ശൗര്യവും ഒട്ടും കുറഞ്ഞിട്ടില്ലെന്ന് തെളിയിക്കുകയായിരുന്നു. യെസ്, ഷമി തിരിച്ചു വരാനിരിക്കുകയാണ്. അല്ലെങ്കിലും ഈ തിരിച്ചടികളിൽ നിന്നും എന്നും തിരിച്ചുവരവുകൾ നടത്തിയാണ് മുഹമ്മദ് ഷമിയുടെ ശീലം. അത് നമ്മൾ കണ്ടതാണ്. 2023 ഏകദിന ലോകകപ്പിന്റെ ആദ്യ മത്സരങ്ങൾ കളിക്കാതിരുന്നിട്ടും അയാൾ ആ ലോകകപ്പിലെ ഏറ്റവും വലിയ വിക്കറ്റ് വേട്ടക്കാരനായി മാറിയത് നമ്മൾ കണ്ടതാണ്. കണങ്കാലിനേറ്റ പരിക്കിനെ അവഗണിച്ചാണ് അയാൾ അന്ന് കളിക്കളത്തിലിറങ്ങിയത്. അന്ന് ആ ലോകകപ്പിൽ ഹാർദിക് പാണ്ഡ്യയ്ക്ക് പരിക്കേറ്റില്ലായിരുന്നെങ്കിൽ ബാറ്റിംഗ് കരുത്ത് വേണമെന്ന് പറഞ്ഞുകൊണ്ട് കോച്ച് രാഹുൽ ദ്രാവിഡും രോഹിത് ശർമ്മയും ടീം മാനേജ്മെന്റും ചേർന്ന് പിന്നെയും ഒരുപക്ഷെ ഷമിയെ പുറത്തിരുത്തി ശ്രദ്ദുൽ താക്കൂറിന് തന്നെ അവസരം നൽകി. ആദ്യ 4 മത്സരങ്ങളിൽ അവർ അന്ന് പുറത്തിരുത്തിയത് ലോകത്തെ ഏത് ടീമിലും പ്ലേയിങ് 11-ൽ ഡയറക്റ്റ് എൻട്രി കിട്ടുന്ന ഒരു മുതലിനെയാണ് എന്ന് പിന്നീടാണ് തിരിച്ചറിഞ്ഞത്. സാക്ഷാൽ ബുംറയെക്കാളൊക്കെ ലിമിറ്റഡ് ഓവറിൽ വിക്കറ്റ് എത്രയോ കുറഞ്ഞ മത്സരങ്ങളിൽ കിട്ടിയ പേസ് സ്റ്റാറാണ് മുഹമ്മദ് ഷമി. ഒരുപക്ഷെ ബുംറയെക്കാളും സിറാജിനേക്കാളും ഒക്കെ വിക്കറ്റ് ടേക്കറായ വേഗരാജാവാണ് മുഹമ്മദ് ഷമി. ഒന്ന് ആലോചിച്ച് നോക്കൂ, ആ ലോകകപ്പിൽ ഷമി കരക്കിരുന്ന ആദ്യ 4 മത്സരങ്ങളിൽ കൂടി അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയിരുന്നെങ്കിലോ വിക്കറ്റ് നേട്ടം ആ ലോകകപ്പിൽ നേടിയതിനേക്കാൾ ഒരു 10 അദ്ദേഹം അധികമുണ്ടാക്കിയേനെ. ഹാർദിക് പാണ്ഡ്യയ്ക്ക് പരിക്കേറ്റത് കൊണ്ട് മാത്രം പ്ലേയിങ് 11-ൽ മാറ്റം വരുത്താൻ നിർബന്ധിതരായ ടീം മാനേജ്മെന്റ് 2023 ഏകദിന ലോകകപ്പിൽ മുഹമ്മദ് ഷമിയെ തിരിച്ചു വിളിച്ചപ്പോൾ ആരാധകർ പോലും ഇങ്ങനെയൊരു തിരിച്ചുവരവ് അന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. മുഹമ്മദ് ഷമി ഈസ് ദ ബെസ്റ്റ് ബോളർ ഇൻ ദ ഹിസ്റ്ററി ഓഫ് ODI വേൾഡ് കപ്പ് എന്ന് തന്നെ പറയാം. അതിനു മുമ്പത്തെ 2019 ഏകദിന ലോകകപ്പിലും ഇങ്ങനെ അപ്രതീക്ഷിതമായി ടീമിൽ അവസരം കിട്ടിയ ഷമി അന്നും ഇതുപോലെ ഒരു 5 വിക്കറ്റ് പ്രകടനവുമായാണ് ആ സമയത്തും തുടങ്ങിയത്. ഓരോ തവണയും അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ ഒരു മടിയുമില്ലാത്ത താരമാണ് മുഹമ്മദ് ഷമി എന്ന് നമുക്കറിയാം. മുമ്പൊരു മോശം പ്രകടനത്തിന്റെ പേരിൽ രാജ്യദ്രോഹി എന്നും പാകിസ്ഥാനിൽ പോയിക്കോളൂ എന്നുവരെ അധിക്ഷേപിച്ച ആരാധക കൂട്ടത്തെ കൊണ്ട് തന്നെ പൂവിട്ട് പൂജിക്കാൻ തന്നെ നിർബന്ധിതനാക്കിയ താരമാണ് മുഹമ്മദ് ഷമി. അന്ന് പാകിസ്ഥാനെതിരെ റൺസുകൾ ലോഭമില്ലാതെ വഴങ്ങിയപ്പോൾ ഷമിയെ വളഞ്ഞിട്ട് ആക്രമിക്കുകയും ഹെയ്റ്റ് ക്യാമ്പയിനുകൾ ആരംഭിക്കുകയും ചെയ്തപ്പോൾ ഒടുവിൽ ആ സമയത്തെ ക്യാപ്റ്റനായിരുന്ന വിരാട് കോഹ്ലിക്ക് തന്നെ തന്റെ പ്രിയപ്പെട്ട ബോളറെ സംരക്ഷിക്കാനായി രംഗത്ത് വരേണ്ടി വന്നിരുന്നു. അപ്പോൾ കഴിഞ്ഞ ഏകദിന ലോകകപ്പിൽ നമുക്കറിയാം കിവികൾക്കെതിരെ കെയ്ൻ വില്യംസിന്റെ നിർണായക ക്യാച്ച് ജസ്പ്രീത് ബുംറയുടെ പന്തിൽ കൈവിട്ടിരുന്ന ഒരു ഷമിയെയും നമുക്ക് ഓർമ്മയുണ്ട്. അപ്പോഴേക്കും പതിവ് പോലെ ആ ഒരു സമയത്ത് തന്നെ സോഷ്യൽ മീഡിയയിൽ അയാൾ എന്നും കാരണമില്ലാതെ കേട്ടിരുന്ന ആ ഒരു ഹെയ്റ്റ് കമന്റുകളും രാജ്യദ്രോഹി ഗീർവാണങ്ങളും ഒക്കെ അയാളെ നിമിഷങ്ങൾക്കകം സോഷ്യൽ മീഡിയയിൽ പൊതിഞ്ഞു തുടങ്ങിയിരുന്നു. ആ സമയത്ത് ഒരു പ്രൊഫഷണൽ ക്രിക്കറ്റർ അനായാസം പൂർത്തിയാക്കേണ്ട ഒരു ക്യാച്ച് തന്നെയായിരുന്നു അത്. ആ ക്യാച്ച് നഷ്ടപ്പെടുത്തി നിൽക്കുകയായിരുന്നു അന്ന് ഷമി. എന്നാൽ തൊട്ടടുത്ത ഓവറുകളിൽ അയാൾ പന്ത് കയ്യിലെടുക്കുന്നത് വരെ അത്തരം വില്ലൻ രാജ്യദ്രോഹി ട്വീറ്റുകൾക്കൊക്കെയും ആയുസ്സുണ്ടായിരുന്നല്ലോ. ഇന്ത്യൻ വിജയത്തിന് വിലങ്ങ് തടിയായേക്കാവുന്ന കെയ്ൻ വില്യംസിനെയും ഒപ്പം പുതുതായി ഇറങ്ങിയ ടോം ലാത്തമിനെയും പുറത്താക്കിയ ആ ഓവർ ഉണ്ടല്ലോ നേരാ തിരുമേനി, ആ ഓവറിൽ ഒരു ഹീറോയുടെ പുകച്ചുരുളുകൾക്കിടയിലൂടെയുള്ള മാസ് എൻട്രി തന്നെയായിരുന്നു ക്രിക്കറ്റ് ലോകം അന്ന് 2023 ലോകകപ്പിൽ മുഹമ്മദ് ഷമിയിലൂടെ കണ്ടത്. ജീവിതത്തിലും ക്രിക്കറ്റിലും നിരവധി ഉയർച്ച താഴ്ചകൾ നേരിടേണ്ടി വന്ന താരമാണ് ഷമി.
പരിക്കുകൾ അദ്ദേഹത്തെ വിരമിക്കലിൻ്റെ വക്കിൽ വരെ എത്തിച്ചിരുന്നു. കഴിഞ്ഞ വർഷം നമുക്കറിയാം രോഹിത് ശർമ്മയുമായുള്ള ഒരു ഇൻസ്റ്റാഗ്രാം ലൈവ് സെഷനിൽ കടുത്ത സമ്മർദ്ദവും വ്യക്തിപരമായ പ്രശ്നങ്ങളും ഉണ്ടായ കാലഘട്ടത്തിൽ 3 തവണ താൻ ആത്മഹത്യ ചെയ്യാൻ ആലോചിച്ചിരുന്നതായി ഷമി ആ അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയിരുന്നു. ഇതിനെയെല്ലാം തരണം ചെയ്തുകൊണ്ടാണ് ഷമി ഇപ്പോൾ ഇവിടെ വരെ എത്തി നിൽക്കുന്നത്. അതിനു മുമ്പ് നമുക്കറിയാം തൊട്ടതെല്ലാം പിഴച്ചിരുന്നൊരു കാലമുണ്ടായിരുന്നു മുഹമ്മദ് ഷമിയുടെ കരിയറിൽ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു പ്രായത്തിൽ തന്നെക്കാൾ 10 വയസ്സ് മൂത്ത ഹസിൻ ജഹാനുമായുള്ള അദ്ദേഹത്തിന്റെ വിവാഹവും വിവാഹ മോചന വാർത്തയുമെല്ലാം. ഷമിക്കെതിരെ ഭാര്യ ഹസിൻ ജഹാൻ ആ സമയത്ത് സ്ത്രീപീഡന ആരോപണം ഉന്നയിച്ചപ്പോൾ BCCIയും അദ്ദേഹത്തിന് കരാർ നിരസിച്ച ഒരു അവസരമുണ്ടായിരുന്നു. പ്രാഥമിക അന്വേഷണത്തിൽ പിന്നീട് കുറ്റക്കാരനല്ലെന്ന് കണ്ടപ്പോൾ BCCI കരാർ തിരിച്ചു നൽകുകയായിരുന്നു. പിന്നീട് പ്രകടന മികവിന് BCCI ഷമിയെ അർജുന അവാർഡിന് നാമനിർദ്ദേശം ചെയ്ത സംഭവം വരെയുണ്ടായി. ആ ഗാർഹിക പീഡന ആരോപണം വരുന്നതിന് മുമ്പും ഷമി നല്ല ഫോമിലായിരുന്നു. 2015 ലോകകപ്പിന്റെ സെമി ഫൈനൽ വരെ ഇന്ത്യ 8 മത്സരം കളിച്ചപ്പോൾ 17 വിക്കറ്റുകളാണ് ആ ലോകകപ്പിലും ഷമി സ്വന്തമാക്കിയത്. ഭുവനേശ്വർ കുമാറിനും ജസ്പ്രീത് ബുംറയ്ക്കും അപ്പുറത്തേക്ക് ഇന്ത്യൻ പേസ് ബാറ്ററിയിൽ ഒരു രണ്ടാമൻ ഉണ്ടാകുമെന്ന് ചിന്തിക്കാൻ കഴിയാതിരുന്ന ആ സമയത്താണ്, ആ ഇടത്താണ് ഷമിയുടെ ഡെലിവറി സ്ട്രൈറ്റായി ലാൻഡ് ചെയ്യുന്നത്. റൊട്ടേഷൻ അടിസ്ഥാനത്തിൽ ബോളർമാരെ മാറി മാറി പരീക്ഷിച്ച ഇന്ത്യൻ ടീം മാനേജ്മെന്റിന് കിട്ടിയ ഏറ്റവും വലിയൊരു ബോണസ് ആയിരുന്നു മുഹമ്മദ് ഷമി എന്ന പേസ് ബോളറുടെ റീ ഇൻവെൻഷൻ എന്ന് തന്നെ പറയാം. ആ ഒരു സമയത്ത് 2015 കാലഘട്ടത്തിൽ കാൽമുട്ടിലെ പരിക്കുമായി കളിച്ചുകൊണ്ടാണ് ഷമി 2015 7 ലോകകപ്പ് മത്സരങ്ങളിൽ നിന്നും 17 വിക്കറ്റ് വീഴ്ത്തുന്നത്. എന്നാൽ ഈ സമയത്ത് തന്നെയാണ് ഗാർഹിക പീഡനവും അതുപോലെ പരസ്ത്രീ ബന്ധവും മുതൽ ഒത്തുകളി വരെ ഷമിക്കെതിരെ ആരോപിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യ ഹസിൻ ജഹാൻ രംഗത്തെത്തുന്നത്. ഹസിൻ ജഹാൻ തന്റെ ഭർത്താവിനെതിരെ രംഗത്ത് വന്നപ്പോൾ ഗോസിപ്പ് കോളങ്ങളിലെ സ്ഥിര സാന്നിധ്യമായിരുന്നു ഇന്ത്യൻ പേസറായ മുഹമ്മദ് ഷമി. ആ സമയത്ത് ഷമിയെ സംബന്ധിച്ചിടത്തോളം അന്ന് തൊടുന്നതെല്ലാം പിഴയ്ക്കുന്നു, അതിനൊപ്പം ആക്സിഡന്റ് സംഭവിക്കുന്നു, വിവാദ വെളിപ്പെടുത്തലുകൾ തുടങ്ങി ഷമിയുടെ കഷ്ടകാലമായിരുന്നു ആ കാലം. ടീമിൽ നിന്ന് പുറത്തേക്കുള്ള വഴി ഏതാണ്ട് തുറന്ന മട്ടിലായിരുന്നു കാര്യങ്ങൾ. എന്നാൽ ഒന്നിനോടും പ്രതികരിക്കാതെ മുഹമ്മദ് ഷമിയുടെ ശ്രദ്ധ ആ സമയത്ത് ക്രിക്കറ്റിൽ മാത്രമായിരുന്നു. എങ്ങനെ ചെത്തി മിനുക്കി വിക്കറ്റിന് ഇരുവശത്തേക്കും പന്തിനെ സ്വിംഗ് ചെയ്യിച്ചുകൊണ്ട് എറിയാൻ കഴിയും എന്നതിൽ മാത്രമായിരുന്നു അന്ന് അദ്ദേഹം ദത്തശ്രദ്ധൻ. അതിനെല്ലാം ഫലവും പിന്നെ പതിയെ വരികയുണ്ടായി. ലോകകപ്പിലും കഴിഞ്ഞ ഏതാണ്ട് ഒരു 3-4 സീസണുകളിലുമായുള്ള ഇന്ത്യയുടെ വിജയത്തിളക്കത്തിലും ഷമിയുടെ പങ്ക് വളരെ വളരെ വലുതാണ് എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു ക്രിക്കറ്റർക്ക് അല്ലെങ്കിൽ ഒരു കായിക താരത്തിന് ഏറ്റവും വേണ്ട ഘടകം മനക്കരുത്താണെങ്കിൽ ഒരുപക്ഷെ നിലവിലുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങളിൽ അക്കാര്യത്തിൽ ഏറ്റവും മുൻപൻ മുഹമ്മദ് ഷമി എന്ന തീയിൽ കുരുത്തവനാണെന്ന് നമുക്ക് പറയേണ്ടി വരും. കുടുംബ പ്രശ്നങ്ങൾ, അതിനൊപ്പം തന്നെ വ്യക്തിപരമായ പ്രശ്നങ്ങൾ, പരിക്കുകൾ, അവയുടെയൊക്കെ ഘോഷയാത്ര. പക്ഷേ എല്ലാ മൈതാനത്തിൽ അദ്ദേഹം ആ പന്തിൽ കൈവെക്കുമ്പോൾ, ആ പന്തിൽ നിന്ന് സ്പർശിക്കുമ്പോൾ അയാൾ എല്ലാം മറന്നുകൊണ്ട് പന്തെറിയുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. ദിസ് മാൻ ഈസ് ഇൻക്രെഡിബിൾ എന്ന് തന്നെ പറയാം. കഴിഞ്ഞ ഇന്ത്യ-ഇംഗ്ലണ്ട് ലോകകപ്പ് പോരാട്ടത്തിൽ മുഹമ്മദ് ഷമി ലോക ക്രിക്കറ്റിലെ ഏറ്റവും അപകടകാരിയായ ക്രിക്കറ്റർമാരിൽ ഒരാളായ ബെൻ സ്റ്റോക്സിനെതിരെ എറിഞ്ഞ ആ ഒരു സ്പെൽ കൂടി ഓർത്തില്ലെങ്കിൽ ഈ വീഡിയോ പൂർണ്ണമാവില്ലെന്ന് തോന്നുന്നു. ആ ഒരു മത്സരത്തിൽ പേസ് ബോളിങ്ങിന്റെ വന്യതയും വശ്യതയും ആവോളമുണ്ടായിരുന്ന പന്തുകൾ കൊണ്ട് ബെൻ സ്റ്റോക്സ് എന്ന വേൾഡ് ഓൾറൗണ്ടറെ വരിഞ്ഞു മുറുക്കുകയായിരുന്നു അന്ന് ഗ്രൗണ്ടിൽ ഷമി. ഓരോ പന്തിലും ബാറ്റ് വെക്കണോ അതോ ലീവ് ചെയ്യണോ എന്ന കൺഫ്യൂഷനിൽ നിന്ന ബെൻ സ്റ്റോക്സ് ഒരു വേള ഇതിനായിരുന്നോ ഈശ്വര താൻ ഏകദിന ക്രിക്കറ്റിലെ റിട്ടയർമെന്റ് പിൻവലിച്ചുകൊണ്ട് ലോകകപ്പ് കളിക്കാൻ മാത്രമായി ഇന്ത്യയിലേക്ക് 2023 വന്നതെന്ന് ഒരുപക്ഷെ ചിന്തിച്ചു പോയിരിക്കണം. കൃത്യമായും സ്കെച്ച് ചെയ്ത് സെറ്റ് ചെയ്യുകയായിരുന്നു ഷമി ആ വിക്കറ്റ്. ബെൻ സ്റ്റോക്സിനെ ഓരോ തവണയും ബീറ്റനാക്കി ഇനി ആക്രമിക്കുന്നത് തന്നെയാവും ഏറ്റവും മികച്ച പ്രതിരോധമെന്ന തോന്നൽ ഷമി ബെൻ സ്റ്റോക്സിന്റെ മനസ്സിൽ ഉണ്ടാക്കുകയായിരുന്നു. ഇരയെ കുരുക്കാനായി കൃത്യമായി ഹോംവർക്ക് ചെയ്തു വന്ന ഒരു പോലീസ് ഓഫീസറെ പോലെയായിരുന്നു അന്ന് മുഹമ്മദ് ഷമി. അന്ന് ഓരോ പന്ത് ബീറ്റനാവുമ്പോഴും ബെൻ സ്റ്റോക്സിന്റെ മുഖത്ത് കൃത്യമായും ഇത് തന്റെ ദിവസമല്ലെന്ന ഒരു തോന്നൽ വന്നു തുടങ്ങിയിരുന്നു. ഒടുവിൽ സഹികെട്ട് ക്രിസ് ഗെയിലൊക്കെ വീശുന്നത് പോലെ നിന്ന നിൽപ്പിൽ ലോങ് ഓഫിലൂടെ ഒരു ബൗണ്ടറി പായിക്കാനായിരുന്നു ബെൻ സ്റ്റോക്സിന്റെ അവസാന ശ്രമം. പക്ഷേ വിക്കറ്റിന് നേരെ സ്വിംഗ് ചെയ്തു വന്ന ആ ഒരു പന്ത്, ഇരക്കായി കരുതി വെച്ച അവസാനത്തെ ചൂണ്ടൽ കൊളുത്തായിരുന്നു ആ ഒരു പന്ത്. വിക്കറ്റിന് നേരെ മണിക്കൂറിൽ 145 കിലോമീറ്ററോളം വേഗത്തിൽ വന്ന ആ പന്ത് സ്റ്റോക്സിന്റെ ബെയിലിളക്കുകയായിരുന്നു അന്ന് ഇന്ത്യൻ ടീമും ആരാധകരും ആനന്ദിച്ച നേരം. ഷമി ഹീറോ ആടാ എന്ന് ക്രിക്കറ്റ് പ്രേമികൾ ആർത്തു വിളിച്ച ആ നേരം. അതേ ഷമി ഇപ്പോൾ തിരിച്ചു വരവിന് ഒരുങ്ങുകയാണ്.